ഹലോ, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പുതുതായിട്ടൊരു ഗെയിമിൻ്റെതാണ്. ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിന്നറാകാൻ പറ്റും. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും. അതിനുള്ള പോയിൻ്റുകൾ ഈ വീഡിയോയിൽ നിങ്ങൾ കറക്റ്റ് 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള പോയിൻ്റ് കിട്ടും. അപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് ഓരോ വീഡിയോകൾക്കും അതിൻ്റേതായ പോയിൻ്റുകൾ കൂട്ടി ടോട്ടലാകുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരു ചെസ്സ് ഗെയിമാണ്. ഇത് ഓൺലൈനിലാണ് കളിക്കുന്നത്. ഒരു 5 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യമാണ് ഇവിടെ നമുക്ക് കളിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ്റെ ആളുകളും വരാം. അപ്പോൾ മറ്റ് ഏത് രാജ്യമാണ് എൻ്റെ മുന്നിൽ കളിക്കാൻ വന്നിട്ടുള്ളത്? ആദ്യം നിങ്ങളതാണ് കമൻറ്റ് ചെയ്യേണ്ടത്. കമൻ്റല്ല, ഞാനിവിടെ ഒരു ലിങ്ക് ഇട്ടും അതിൽ നിങ്ങൾ കയറിയിട്ട് അതൊക്കെ ചെയ്താൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് രാജ്യക്കാരനോടാണ് ഞാൻ കളിക്കുന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയോടാണെങ്കിൽ ഇന്ത്യ നിങ്ങൾ കൊടുക്കുക. മറ്റു രാജ്യമാണ് ഓസ്ട്രേലിയ അങ്ങനെ കൊടുക്കുക. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, ഞാൻ ഈ ഗെയിമിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ അല്ല സമനിലാകുമോ, വിന്നർ, നോ വിന്നർ അല്ലെങ്കിൽ ടൈ, ഇങ്ങനെ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. രണ്ടാമത്തതാണ്. മൂന്നാമത്തത്, എത്ര മൂവ് കൊണ്ടാണ് ഞാൻ വിന്നറായിട്ടുള്ളത് അല്ലെങ്കിൽ സമനില അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനിൽ ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് രാജ്യമാണെന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തത്, വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അല്ല സമനിലയാണോ എന്നാണ്. മൂന്നാമത്തത്, എത്ര മൂവ് കൊണ്ട്, എത്ര നീക്കം കൊണ്ടാണ് ഗെയിം അവസാനിച്ചിട്ടുള്ളത്. അത് എൻ്റെ നീക്കമാണ് നിങ്ങൾ നോക്കേണ്ടത്. മേലെ വരുന്നതൊക്കെ നമ്മുടെ എതിർ വരുന്ന കളിക്കാരനാണ്. താഴെയുള്ളത് എൻ്റെതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കറുപ്പാണ് കരുക്കളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം വെള്ളക്കാർക്കാണ് കളിയുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കുക. അപ്പോൾ കുറച്ച് ഞാൻ 5 മിനിറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിൽ ഇത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കരുക്കൾ ഇവിടെ പോകുന്ന കാണാൻ പറ്റും. കറുപ്പാണ്. ഇതിന് ടൈമുണ്ട്. 10 മിനിറ്റാണ് ഒരു ടീമിന് ടൈം കൊടുത്തിട്ടുള്ളത്. ഓരോ നീക്കം ചെയ്യുമ്പോൾ ടൈം ഇങ്ങനെ മൈനസ്സായി ലെസ്സായിക്കൊണ്ട് പോകും. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് തീർക്കണം, അല്ലെങ്കിൽ അവർക്ക് തീർക്കണം. അവർ തീർത്തിട്ടില്ലെങ്കിൽ, നമ്മൾ തീർത്തിട്ടില്ലെങ്കിൽ അവർ പരാജയപ്പെടും. അപ്പോൾ ഈ കളിയിൽ എങ്ങനെയാണ്, ഒന്നിരിക്കൽ വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം, അല്ലെങ്കിൽ ടൈ ആകാം. ഇങ്ങനെ 3 കാര്യമാണ് ഈ കളിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ നീങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. നമ്മുടെ കരുക്കളൊക്കെ തീരാറായിട്ടുണ്ട്. അവർ ഇപ്പം എൻ്റെ ഇതിൽ കുറവാണുള്ളത്. അവരിൽ ഒന്ന് കൂടുതലുണ്ട്. തേരാണ് കറുപ്പ് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുന്നുള്ളത്. പിന്നെ ആനയാണ് താഴെയുള്ളത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപോലെ ഏകദേശമായിട്ട്, എന്നാലും ഒരു കരു എനിക്ക് കുറവാണ്. ഒരാളെ എനിക്ക് കുറവുണ്ട്. അവർക്കാണെങ്കിൽ ഒരാളുണ്ട്. ഇവിടെ നേരെ താഴെ വന്നാലൊരു മന്ത്രിനെ അവർക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് അവരെ ഞാൻ എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം എനിക്ക് മനസ്സിലായി കാണും. എല്ലാവരും ചെയ്യേണ്ടത്, ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് ചെയ്യും. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ പേര്, ചാനലിൻ്റെ പേര്, പിന്നെ 3 ഓപ്ഷനുകൾ വരുന്നതാണ്. ഒന്ന്, രാജ്യം, വിന്നറാകുമോ ഇല്ലയോ, ടൈ ആകുമോ എന്നുള്ളതും. മൂന്നാമത്തെ, എത്ര നീക്കം കൊണ്ടാണ് വിജയിച്ചതാണെങ്കിലും എങ്ങനെയാണെങ്കിലും എത്ര നീക്കം കൊണ്ടാണെന്നും കൂടി എഴുതണം. അപ്പോൾ നീക്കം എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിചാരിക്കും നിങ്ങൾ ഇന്ത്യ എന്ന് കൊടുത്തു, പിന്നെ വിന്നറിന് കൊടുത്തു. മൂന്നാമത്തത് 80 എന്ന് കൊടുത്തു. 80 നീക്കം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിന്നറായിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കാണാം. ഇപ്പം നീങ്ങുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ചാനലിൻ്റെ പേര്, ഫസ്റ്റ് നിങ്ങളുടെ പേര്, പിന്നെ ചാനലിൻ്റെ പേര്, പിന്നെ ഇതിനുള്ള ഓപ്ഷനുകൾ 3 ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ എനിക്ക് തന്നെ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക. ഇവിടെ കമൻറ്റ് ബോക്സിൽ ആരും ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇടരുത്. വിന്നറായതോ പേര് സെലക്ട് ചെയ്തോ ഈ 3 ഓപ്ഷനൊന്നും അവിടെ ഇടരുത്. നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തെങ്കിൽ എനിക്ക് കിട്ടും. അല്ലാതെ കമൻറ്റിൽ കൂടി നിങ്ങൾ അറിയിക്കരുത്. കമൻറ്റിൽ കൂടി നിങ്ങൾ അറിയിക്കേണ്ടത് ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഒരു ചെറിയൊരു
പിന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ് നടത്തും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് പിന്നെ ഇതുപോലെ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.